ലാർജ് ക്യാപ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ പൊതുവെ സേഫ് ആയിട്ടാണ് കണക്കാക്കാറുള്ളത്, അല്ലാതെ പെട്ടെന്ന് വളരുന്ന കമ്പനികളല്ല. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികൾ ഇപ്പം മിഡ് ക്യാപ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പിന്റെ സ്പീഡിൽ വളരുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇപ്പൊ ഈ ഒരു വീഡിയോ കേട്ട് നമ്മൾ ജസ്റ്റ് 10 അല്ലെങ്കിൽ 20 പോപ്പുലർ നെയിംസ് അല്ല ഇവിടെ നോക്കിയേക്കുന്നത്. നമ്മളിവിടെ 90,000 കോടിയിലധികം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഇന്ത്യയിലെ 128 ലാർജസ്റ്റ് കമ്പനീസ് ആണ് അനലൈസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഫിൽറ്റർ അപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത ഫിൽറ്റേഴ്സ് ഇതൊക്കെയാണ്: 1 ഇയർ അതുപോലെ 3 ഇയർ സെയിൽസ് ഗ്രോത്ത് അബൌട്ട് 20%, കമ്പനി പ്രോഫിറ്റബിൾ ആയിരിക്കണം, പ്രോഫിറ്റ് ഗ്രോത്ത് ഇവിടെ കുറഞ്ഞ് 20% ആയിരിക്കണം. അപ്പൊ ഈ ഒരു 128 കമ്പനികളിൽ നിന്ന് 23 എണ്ണം മാത്രമേ ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ 23 കമ്പനികളെ ഫാക്ടർ ബേസ്ഡ് സ്കോറിംഗ് മോഡൽ വെച്ച് ഇവാലുവേറ്റ് ചെയ്തു. അപ്പൊ സ്കോറിംഗ് വരുന്നത് ഇങ്ങനെയാണ്: 1 ഇയർ 3 ഇയർ അതിൽ 5 ഇയർ സെയിൽസ് ഗ്രോത്ത്, 1 ഇയർ 3 ഇയർ അതിൽ 5 ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത്, 5 ഇയർ CFO ടു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് കമ്പനിയുടെ റിപ്പോർട്ടഡ് പ്രോഫിറ്റ്സ് ആക്ച്വലി ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്നാണ്. അടുത്ത് ലേറ്റസ്റ്റ് അതിൽ 5 ഇയർ ആവറേജ് ROE അതുപോലെ ROC. ഈ ഒരു ടേബിൾ കാണുന്ന മെത്തഡോളജി അനുസരിച്ച് ഓരോ ഫാക്ടറിനും അതിന്റെ വെയിറ്റ് അസൈൻ ചെയ്തു. ഈ ഒരു കംപ്ലീറ്റ് അനാലിസിസിന് ശേഷം വലിയ കമ്പനീസ് ആയിട്ട് പോലും മാർക്കറ്റിൽ വേഗത്തിൽ വളരുന്ന 5 ലാർജ് ക്യാപ് കമ്പനീസ് നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ജേർണി സിമ്പിൾ ആണ്. 128 കമ്പനികളിൽ നിന്ന് 23 ഹൈ ഗ്രോത്ത് ക്വാളിഫയേഴ്സ്, ഫൈനലി 5 ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് ക്യാപ് കമ്പനീസ്, ഡിഫറെന്റ് സെക്ടേഴ്സ് നിന്ന് ഓരോന്നും. ഓരോ കമ്പനികളായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. സോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കമ്പനിയിൽ ബ്യൂട്ടി ഷോപ്പിംഗ് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് ഡിസ്കവറി, ട്രയൽ, അതിൽ പ്രീമിയം ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതാണ് FSN ഇ-കൊമേഴ്സ്. അപ്പൊ അധികം പേര് അറിയപ്പെടുന്നത് നൈക്ക എന്നാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇവരുടെ ബിസിനസ് മോഡലും നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ വലിയൊരു മോൾ വിചാരിക്കുക. ഇവിടെ ലോകത്തിലുള്ള ഏറ്റവും വലിയ പ്രീമിയം ബ്യൂട്ടി, സ്കിൻ കെയർ, അതുപോലെ ട്രെൻഡി ഫാഷൻ ബ്രാൻഡ്സ് എല്ലാം ഒരു റൂഫിന്റെ കീഴിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിചാരിക്കുക. ഇവിടെ ഒറ്റ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ വാങ്ങുന്നതിന് മുമ്പ് ട്രൈ ചെയ്ത് ഫിസിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാം. അപ്പൊ ഇതാണ് നൈക്കയുടെ ഒമ്നി ചാനൽ മോഡൽ. അപ്പൊ ഇത് കമ്പനിക്ക് ഓൺലൈൻ അതുപോലെ ഓഫ്ലൈൻ ചാനൽസ് രണ്ടിലും ഒരു സ്ട്രോങ് പ്രസൻസ് നൽകുന്നുണ്ട്. 2026 ഫൈനാൻഷ്യൽ റവന്യൂ മിക്സ് നോക്കുമ്പോൾ ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ കമ്പനിയുടെ റവന്യൂയിലേക്ക് 91% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി 9% ഫാഷൻ സെഗ്മെന്റിൽ നിന്നാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മളിവിടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് 2.5 ഇരട്ടി വളർന്നു. അതേസമയത്ത് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 5 മടങ്ങ് കൂടി. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് ഗ്രോത്ത് സെയിൽസ് ഗ്രോത്തിനെ മറികടന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനിയുടെ മാർജിൻ 4% നിന്ന് 8% ഇവിടെ എക്സ്പാൻഡ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. ഇപ്പൊ റെഡ്സി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഇപ്പോൾ ലോകത്തെ 6ാമത്തെ ഏറ്റവും വലിയ ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ മാർക്കറ്റ് ആണ്. എന്നാൽ 2030 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും ഇന്ത്യ 4ാമത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് ആയിട്ട് വളരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു സ്ട്രോങ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നേടാനായിട്ട് നൈക്ക ഫെയർലി അഗ്രസീവ് ഗൈഡൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ കമ്പനി 2026 ഫൈനാൻഷ്യൽ കമ്പയർ ചെയ്യുമ്പോൾ 2030 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും റവന്യൂ 2.5 മടങ്ങ് മുതൽ 3 മടങ്ങ് വരെ വളരും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതായത് ഏകദേശം 30% CAGR ഗ്രോത്ത്. അതുപോലെ എബിറ്റ 4 മുതൽ 5 മടങ്ങ് വളരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ROC 21% നിന്ന് 40%-ലധികം ഇംപ്രൂവ് ആവുന്നത്. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ റിസ്ക് ഇവിടെ ക്ലിയർ ആണ്. അപ്പൊ വലിയ ഇ-കൊമേഴ്സ് പ്ലേയേഴ്സ് ഓൺലൈൻ ബ്യൂട്ടി ആൻഡ് ഫാഷൻ സ്പേസിലേക്ക് വന്നതിലൂടെ കോമ്പറ്റീഷൻ നല്ലപോലെ കൂടിയിട്ടുണ്ട്. അപ്പൊ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് കമ്പനി ഡിസ്കൗണ്ട്സ് അതുപോലെ പ്രൊമോഷണൽ സ്കീംസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. അപ്പൊ ഇത് പ്രോഫിറ്റബിലിറ്റിയെ പ്രഷറിലാക്കാം. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ റിസ്ക് വരുന്ന വാല്യുവേഷൻ ആണ്. അപ്പൊ കമ്പനിയുടെ ഇപ്പോഴത്തെ വാല്യുവേഷനിൽ തന്നെ സ്ട്രോങ് ഗ്രോത്ത് എക്സ്പെക്ടേഷൻസ് ഓൾറെഡി പ്രൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മാനേജ്മെന്റ് ഗൈഡൻസ് ആയ 30% പ്ലസ് ഗ്രോത്തിന് പകരം ഗ്രോത്ത് ഇപ്പോൾ ഒരു ഏകദേശം 20% അല്ലെങ്കിൽ അതിൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വാല്യുവേഷൻ മൾട്ടിപ്പിൾ സസ്റ്റെയിൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടാകാം. അപ്പൊ ഇത് സ്റ്റോക്ക് പ്രൈസിൽ പ്രഷർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടുത്തെ പോയിന്റ് വരുന്ന ഇതാണ്: നൈക്കയുടെ ഒമ്നി ചാനൽ മോഡൽ, പ്രീമിയം ബ്യൂട്ടി സെഗ്മെന്റിലുള്ള സ്ട്രോങ് ഗ്രോത്ത് ഡ്രൈവേഴ്സ്, കൂടാതെ 2030 ഫൈനാൻഷ്യൽ അഗ്രസീവ് ഗ്രോത്ത് ഗൈഡൻസ് എല്ലാം കമ്പനിക്ക് പോസിറ്റീവ്സ് തന്നെയാണ്. എന്നാൽ ഇവിടെ കോമ്പറ്റീഷൻ, ഡിസ്കൗണ്ടിങ്, വാല്യുവേഷൻ ഇതെല്ലാം നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഫാക്ടേഴ്സ് ആയിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ പവർ ഗ്രിഡ് അപ്ഗ്രേഡ് സൈക്കിളിന് ഡയറക്റ്റ് ബെനിഫിറ്റ് ലഭിക്കുന്ന ഒരു കമ്പനിയാണിത്. അപ്പൊ ഇവിടെ ഡിമാൻഡ് ജസ്റ്റ് റിന്യൂവബിൾ എനർജി മാത്രമല്ല, ഡേറ്റാ സെന്റേഴ്സും ഗ്ലോബൽ എനർജി ട്രാൻസിഷനുമാണ്. അപ്പൊ അതാണ് GE വെർണോവ. ഈ ഒരു കമ്പനി ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സ്, സ്വിച്ച് ഗിയേഴ്സ്, ഗ്രിഡ് സോഫ്റ്റ്വെയർസ് മാനുഫാക്ചർ ചെയ്യും. അപ്പൊ ഇത് പവർ പ്ലാന്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി വീടുകളിലേക്കും ഫാക്ടറീസിലേക്കും ഇൻഡസ്ട്രീസിലേക്കും സേഫ് അതുപോലെ എഫിഷ്യന്റ് ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ ഇവരുടെ പ്രൊഡക്ട്സ് 60-ലധികം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ന് ഇപ്പോൾ കമ്പനിയുടെ 33% റവന്യൂ എക്സ്പോർട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ മാനേജ്മെന്റ് പ്രകാരം എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റി ഇവിടെ സ്ട്രോങ് ആണ്. അപ്പൊ അതിന്റെ ഡിമാൻഡ് ഡ്രൈവ് ചെയ്യുന്ന US ഡേറ്റാ സെന്റേഴ്സ്, മിഡിൽ ഈസ്റ്റിലെ റിന്യൂവബിൾ എനർജി പ്രൊജക്ട്സ്, കൂടാതെ ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ആണ്. അതുപോലെ കമ്പനിയുടെ കസ്റ്റമർ മിക്സിൽ ഒരു പ്രധാനപ്പെട്ട ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. മുമ്പ് സ്റ്റേറ്റ് യൂട്ടിലിറ്റീസ് നിന്ന് കമ്പനിക്ക് പേയ്മെന്റ് ലഭിക്കുന്നതിൽ പലപ്പോഴും ഡിലേ ഉണ്ടായിരുന്നു.
എന്നാൽ ഇന്ന് ഇതിപ്പം നല്ല രീതിയിൽ ഇവിടെ മാറിയിട്ടുണ്ട്. ഇന്ന് സ്റ്റേറ്റ് യൂട്ടിലിറ്റീസിലേക്കുള്ള എക്സ്പോഷർ 2% താഴെയാണ്. അതേസമയത്ത് പ്രൈവറ്റ് കസ്റ്റമേഴ്സ് കമ്പനിയുടെ ഓർഡർ ബാക്ക്ലോഗിന്റെ ഏകദേശം 76% ഇവിടെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2026 ഫൈനാൻഷ്യലിൽ കമ്പനി ടോട്ടൽ ഓർഡർ ബുക്ക് 21,460 കോടി എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 2026 ഫൈനാൻഷ്യൽ റവന്യൂന്റെ 3.5 ഇരട്ടിയാണ്. അപ്പൊ ഇത് കമ്പനിക്ക് സ്ട്രോങ് മൾട്ടി ഇയർ റവന്യൂ വിസിബിലിറ്റി ഇവിടെ നൽകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് ഇരട്ടിയായിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി നെറ്റ് ലോസിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റിലേക്ക് ഇവിടെ മാറിയിട്ടുണ്ട്. ഇവിടെ കമ്പനി നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് മാറിയതിന് 2 പ്രധാന കാരണങ്ങളുണ്ട്. അപ്പൊ ആദ്യത്തെ മാർജിൻ എക്സ്പാൻഷൻ ആണ്. ഇപ്പൊ 2022 ഫൈനാൻഷ്യലിൽ കമ്പനിയുടെ മാർജിൻ -3% ആയിരുന്നു. അടുത്ത വർഷത്തിൽ 4% ആയിട്ട് ഇവിടെ ഇംപ്രൂവ് ചെയ്തു. അതുപോലെ പിന്നീട് 2026 ഫൈനാൻഷ്യൽ ആയപ്പോഴേക്കും 27% ആയിട്ട് ഇവിടെ വളർന്നു. ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ മാനേജ്മെന്റ് ടാർഗറ്റ് എബിറ്റ മാർജിൻ mid-20s സസ്റ്റെയിൻ ചെയ്യണമെന്നാണ്. അതായത് ഏകദേശം 25%. ഇനി രണ്ടാമത്തെ കാരണം ബോറോയിങ്സ് കുറഞ്ഞാണ്. അപ്പൊ ഇത് ഇൻട്രസ്റ്റ് കോസ്റ്റ് കുറച്ചു. അതുപോലെ കമ്പനിയുടെ ബോട്ടം ലൈൻ ഇവിടെ സപ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് എന്താന്നുള്ളത് നോക്കാം. ഇന്ത്യയുടെ ടാർഗറ്റ് 500 ഗിഗാവാട്ട് നോൺ ഫോസിൽ ഫ്യൂൽ പവർ കപ്പാസിറ്റി നേടുക എന്നത് ഒരു മെയിൻ ഗ്രോത്ത് ഡ്രൈവർ ആണ്. അപ്പൊ ഇത് കൂടാതെ ഡേറ്റാ സെന്റേഴ്സിൽ നിന്ന് വരുന്ന പുതിയ ഡിമാൻഡും ഒരു മെയിൻ ഗ്രോത്ത് ട്രിഗർ ആയിട്ട് ഇവിടെ മാറുന്നുണ്ട്. അപ്പൊ അടുത്ത 4-5 വർഷങ്ങളിൽ 200 kV മുതൽ 400 kV വരെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡേറ്റാ സെന്റേഴ്സ് കമ്പനിയുടെ ഓർഡർ ബുക്കിൽ നല്ലൊരു മീനിങ്ഫുൾ കോൺട്രിബ്യൂഷൻ നൽകാൻ സാധ്യതയുണ്ടെന്നാണ് ഇവിടെ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ റിസ്ക്കും ഉണ്ട്. ഒരു മെയിൻ റിസ്ക് വരുന്ന ചൈനീസ് മാനുഫാക്ചേഴ്സ് എന്നുള്ള കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അവർ ഗവൺമെന്റ് ടെൻഡേഴ്സിൽ കൂടുതൽ ആക്റ്റീവായ ബിഡിംഗ് വളരെ കോമ്പറ്റീറ്റീവ് ആവും. അപ്പൊ ഇത് കാരണം GE വെർണോയുടെ പ്രൈസിംഗ് പവർ ഇവിടെ കുറയും. ഓർഡർ ഇൻഫ്ലോസും മാർജിനും പ്രഷർ ആവാനുള്ള സാധ്യതയുണ്ട്. ഈവൻ ഇവിടെ ഡൊമസ്റ്റിക് പവർ ട്രാൻസ്മിഷൻ മാർക്കറ്റിലും സീമെൻസ്, ഹിറ്റാച്ചി അതുപോലെയുള്ള പല ലോക്കൽ കമ്പനികളാൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അപ്പൊ ഇത് കമ്പനിയുടെ പ്രൈസിംഗ് പവറിൽ വീണ്ടും പ്രഷർ ഉണ്ടാക്കാം ഇവിടെ. അപ്പൊ ഇവിടുത്തെ പോയിന്റ് വരുന്ന ഇതാണ്: GE വെർണോയുടെ സ്ട്രോങ് ഓർഡർ ബുക്ക്, എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ്, അതിൽ മാർജിൻ ടേൺ അറൗണ്ട് എല്ലാം നമ്മുടെ മെയിൻ പോസിറ്റീവ്സ് ആണ്. എന്നാൽ ചൈനീസ് മാനുഫാക്ചേഴ്സ് എന്നുള്ള കോമ്പറ്റീഷൻ അതുപോലെ ഇമ്പോർട്ട്സിലേക്കുള്ള ഡിപ്പെൻഡൻസ് എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട മെയിൻ ഫാക്ടേഴ്സ് ആയിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ തേർഡ് കമ്പനി ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ പ്ലെയർ ആണ്. അപ്പൊ ഈ ഒരു കമ്പനിയുടെ റിക്കവറി മെയിൻ ആയിട്ട് സെയിൽസ് ഗ്രോത്ത് കൊണ്ടല്ല, മാർജിൻ ഉണ്ടായ ടേൺ അറൗണ്ട് കൊണ്ടാണ്. അപ്പൊ അതാണ് ലുപിൻ. അപ്പൊ ആദ്യം നമുക്ക് ബിസിനസ് മോഡൽ ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു കമ്പനി ബേസിക് മെഡിസിൻസ് മാത്രമല്ല മാനുഫാക്ചർ ചെയ്യുന്നത്. ആസ്മ ട്രീറ്റ് ചെയ്യാനുള്ള ഇൻഹേലേഴ്സും ഡയബറ്റീസിനുള്ള ഇഞ്ചെക്ടബിൾ ട്രീറ്റ്മെന്റ്സ് പോലുള്ള അഡ്വാൻസ് തെറാപ്പീസും ആണ് കമ്പനി ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് പുറമെ കമ്പനി ട്യൂബർകുലോസിസ് പോലെയുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻസിന്റെ റോ മെറ്റീരിയൽസും കമ്പനി ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെങ്കിൽ APS എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ കമ്പനി ഈ പ്രൊഡക്ട്സ് ലോകം മുഴുവനുള്ള 100-ലധികം രാജ്യങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ലുപിന്റെ മെയിൻ സ്ട്രെങ്ത്. ഇപ്പൊ റിസർച്ച്, മാനുഫാക്ചറിംഗ്, ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം ഒന്നിച്ച് കമ്പൈൻ ചെയ്തുള്ള ഒരു വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് ബിസിനസ് മോഡലാണ് കമ്പനിക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ കമ്പനിയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് US ആണ്. അപ്പൊ ഇത് അവരുടെ റവന്യൂയിലേക്ക് 42% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വരുന്ന ഇന്ത്യയാണ്. അപ്പൊ കമ്പനിയുടെ റവന്യൂയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 30% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ US പ്രിസ്ക്രിപ്ഷൻസിന്റെ ബേസിൽ കമ്പനി 3rd ലാർജസ്റ്റ് ജനറിക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഇന്ത്യയിൽ 8th ലാർജസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഇനി നമ്മൾ ഇവരുടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ 2019 മുതൽ 2022 ഫൈനാൻഷ്യലിന്റെ ഇടയ്ക്ക് ലുപിൻ ഒരു വീക്ക് ഫേസിൽ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പീരീഡിൽ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും രണ്ടും വളരെ വോളറ്റൈൽ ആയിരുന്നു. അപ്പൊ ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ US ജനറിക് പ്രൈസ് ഇറോഷൻ, റെഗുലേറ്ററി ഇഷ്യൂസ്, ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ വലിയ എക്സെപ്ഷണൽ എക്സ്പെൻസും ആണ്. അപ്പൊ ഇതെല്ലാം മാർജിൻ അതിൽ പ്രോഫിറ്റ്സിൽ പ്രഷർ ഉണ്ടാക്കി. എന്നാൽ 2023 ഫൈനാൻഷ്യലിന് ശേഷം കമ്പനിയുടെ റിക്കവറി ഇവിടെ തുടങ്ങി. അപ്പൊ ഇതിന് മെയിൻ കാരണം US ബിസിനസ്സിലെ മാർജിൻ ഇംപ്രൂവ് ആയതും ഇന്ത്യൻ ബിസിനസ്സിൽ സ്ട്രോങ് ഗ്രോത്തും പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചസും കോസ്റ്റ് ഒപ്റ്റിമൈസേഷനും കൂടാതെ ഓപ്പറേറ്റിംഗ് ലിവറേജും ആണ്. ഈ ഒരു റിക്കവറി കാരണം കമ്പനിയുടെ മാർജിൻ 2023 ഫൈനാൻഷ്യലിൽ 10% നിന്ന് 2026 ഫൈനാൻഷ്യലിൽ 29% ആയിട്ട് ഇവിടെ കൂടി. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ക്യാപെക്സ് ഫ്രണ്ടില് 2027 ഫൈനാൻഷ്യലിൽ കമ്പനി ഏകദേശം 3500 മുതൽ 4000 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം 2028 ഫൈനാൻഷ്യലിൽ വീണ്ടും 1000 മുതൽ 1500 കോടി വരെ. ഇപ്പൊ 2027 ഫൈനാൻഷ്യലിലേക്ക് മാനേജ്മെന്റ് സിംഗിൾ ഡിജിറ്റ് റവന്യൂ ഗ്രോത്ത് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒപ്പം ഏകദേശം 25% എബിറ്റ മാർജിനും. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിലും US മാർക്കറ്റിലെ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചാണ് ഈ ഒരു ഗ്രോത്തിന് പ്രധാനമായിട്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതാണ് മാനേജ്മെന്റോട് വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റിസ്ക്കും ക്ലിയർ ആണ്. ഇപ്പൊ ലുപിൻ ഹൈലി റെഗുലേറ്റഡ് ഇൻഡസ്ട്രിയിലാണ് പ്രവർത്തിക്കുന്നത്. US FDA ഇൻസ്പെക്ഷൻസ്, ഡൊമസ്റ്റിക് ഡ്രഗ് പ്രൈസിംഗ് കൺട്രോൾസ്, അതിൽ ഓൺഗോയിങ് ലിറ്റിഗേഷൻസ് എല്ലാം കമ്പനിയുടെ ഓപ്പറേഷൻസ് അതിൽ പ്രോഫിറ്റബിലിറ്റിയുടെ ബാധിക്കാം. US മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. കമ്പനിയുടെ പ്രധാന റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സിൽ പ്രൈസ് ഇറോഷൻ വരാനുള്ള റിസ്ക് ഉണ്ട്. അപ്പൊ അത് ഭാവിയിൽ കമ്പനിയുടെ റവന്യൂ ഗ്രോത്തിന് ഇവിടെ ബാധിക്കാം. അപ്പൊ ഇവിടുത്തെ പോയിന്റ് വരുന്ന ഇതാണ്: ലുപിന്റെ മാർജിൻ റിക്കവറി, ഇന്ത്യയിലെ സ്ട്രോങ് ഗ്രോത്ത്, അതുപോലെ US പുതിയ ലോഞ്ച് എല്ലാം ഇവരുടെ മെയിൻ പോസിറ്റീവ്സ് തന്നെയാണ്.
എന്നാൽ റെഗുലേറ്ററി സ്ക്രൂട്ടിനി, ഓൺഗോയിങ് ലിറ്റിഗേഷൻ, അതുപോലെ US പ്രൈസ് ഇറോഷൻ എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട മെയിൻ ഫാക്ടേഴ്സ് ആയിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ നാലാമത്തെ കമ്പനി ഇന്ത്യയുടെ ഇലക്ട്രിഫിക്കേഷൻ തീമിലെ ഡയറക്ട് പ്ലെയർ ആണ്. ഇപ്പൊ വീടുകളിൽ വയറിംഗ് ഡിമാൻഡ് മുതൽ ഡേറ്റാ സെന്ററുകളിൽ വളർന്നു വരുന്ന കേബിൾ ഡിമാൻഡ് വരെ ഈ ഒരു കമ്പനിയുടെ ബിസിനസ് ഇന്ത്യയിലെ പവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ അതാണ് പോളിക്യാബ് ലിമിറ്റഡ്. അപ്പൊ ബിസിനസ് വളരെ സിമ്പിൾ ആണ്. ഒരു സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ പുതിയതായിട്ട് പണിയുന്ന ഒരു വീടിനെ പറ്റി നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഇതിന്റെ ഇലക്ട്രിക്കൽ ബാക്ക് ബോൺ ഫോം ചെയ്ത് പോളിക്യാബ് ആണ്. അപ്പൊ ഇവിടെ കേബിൾസ് അതുപോലെ വയേഴ്സിന്റെ ഒപ്പം തന്നെ കമ്പനി ഫാൻസ്, ലൈറ്റ്സ്, സ്വിച്ചസ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഓർഗനൈസ്ഡ് വയേഴ്സ് ആൻഡ് കേബിൾസ് മാർക്കറ്റിലെ ക്ലിയർ ലീഡറാണ് പോളിക്യാബ്. ഏകദേശം 30 മുതൽ 31% മാർക്കറ്റ് ഷെയറോടെ. അപ്പൊ ഇവിടെ റവന്യൂ മിക്സ് നമ്മൾ നോക്കുമ്പോൾ കമ്പനിയുടെ റവന്യൂവിന്റെ ഏകദേശം 87% വയേഴ്സ് ആൻഡ് കേബിൾസ് ബിസിനസ്സിനാണ് ഇവിടെ വരുന്നത്. 7% നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രിക്കൽ ഗുഡ്സിൽ നിന്ന്. അതുപോലെ ഇവിടെ ബാക്കി 6% വരുന്നത് എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, അതുപോലെ കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സിൽ നിന്നാണ് വരുന്നത്. അപ്പൊ കമ്പനിക്ക് സ്വന്തമായിട്ട് 26 ഇൻഹൗസ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് ഇരട്ടിയായിട്ടുണ്ട്. അതേസമയത്ത് നെറ്റ് പ്രോഫിറ്റ് 3 മടങ്ങ് ഇവിടെ വളർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. ഇപ്പൊ മാനേജ്മെന്റ് പ്രകാരം വരും വർഷങ്ങളിൽ ഡേറ്റാ സെന്റർ ഒരു മേജർ ഡിമാൻഡ് ഫാക്ടർ ആയിട്ട് ഇവിടെ മാറാം. ഇന്ത്യയിൽ ഇപ്പൊ നിലവിൽ ഏകദേശം 1.6 ഗിഗാവാട്ടിന്റെ ഇൻസ്റ്റോൾഡ് ഡേറ്റാ സെന്റർ കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇത് ഓവർ ദ ടൈം 8 മുതൽ 16 ഗിഗാവാട്ട് വരെ ആയിട്ട് കൂടാനാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ മാനേജ്മെന്റ് എസ്റ്റിമേറ്റ്സ് പ്രകാരം ഓരോ 1 മെഗാവാട്ട് ഡേറ്റാ സെന്റർ കപ്പാസിറ്റിക്കും ഏകദേശം 3.5 കോടി മൂല്യമുള്ള കേബിൾ ഡിമാൻഡ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. 1 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ 0.001 ഗിഗാവാട്ട് ആണ്. കമ്പനിയുടെ മെയിൻ വയേഴ്സ് ആൻഡ് കേബിൾസ് ബിസിനസ്സിൽ ഓവറോൾ ഇൻഡസ്ട്രി ഗ്രോത്തിനേക്കാളും 1.5 മുതൽ 2 മടങ്ങ് വരെ വേഗത്തിൽ വളരാനാണ് മാനേജ്മെന്റ് ഇവിടെ ലക്ഷ്യമിടുന്നത്. 2030 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും കമ്പനിയുടെ പ്ലാൻ ചെയ്യുന്നത് 6000 മുതൽ 8000 കോടി വരെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. അപ്പൊ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം 90% കമ്പനിയുടെ വയേഴ്സ് ആൻഡ് കേബിൾസ് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. എന്നാൽ ഇവിടെ റിസ്ക്കും ഉണ്ട്. കമ്പനി ഒരു അഗ്രസീവ് എക്സ്പോർട്ട് ഗ്രോത്ത് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ് കാരണം Q1 FY27 എക്സ്പോർട്ട് ഇയർ ഓൺ ഇയർ 13% കുറഞ്ഞു. അപ്പൊ ഈ ഒരു ഡിസ്റപ്ഷൻ ഒരുപാട് കാലത്തേക്ക് തുടരുവാണെങ്കിൽ കമ്പനിയുടെ ലോങ് ടേം എക്സ്പോർട്ട് ടാർഗറ്റ്സ് നേടുന്നതിൽ ഡിലേ ഉണ്ടാകാൻ ഇവിടെ സാധ്യതയുണ്ട്. ഇനിയിപ്പം ഇവിടുത്തെ രണ്ടാമത്തെ വലിയ റിസ്ക് റോ മെറ്റീരിയൽ പ്രൈസ് വോളറ്റിലിറ്റി ആണ്. ഇപ്പോൾ കോപ്പർ, അലുമിനിയം, അതുപോലെ PVCയിലെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് കമ്പനിയുടെ മാർജിൻ ഇവിടെ ബാധിക്കാം. ഇവിടെ കമ്പനി ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും സപ്ലൈ സൈഡ് ഡിസ്റപ്ഷൻസ് ഉണ്ടായാൽ അതിന്റെ ഇമ്പാക്ട് പൂർണ്ണമായിട്ട് ഇവിടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർച്ചിൽ PVC പ്രൈസ് 60 മുതൽ 80% വരെ പെട്ടെന്ന് കൂടിയപ്പോൾ ഡീലേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇവിടെ കുറച്ച് മാത്രം വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കമ്പനിയുടെ ചാനൽ സെയിൽസിനെ ബാധിക്കാം, അതുപോലെ ഡിമാൻഡിൽ പ്രഷർ ഉണ്ടാക്കാം. സോ ഇവിടുത്തെ പോയിന്റ് വരുന്ന ഇതാണ്. വയർസ് ആൻഡ് കേബിൾ സെഗ്മെന്റിലെ പോളിക്യാബിന്റെ ലീഡർഷിപ്പ്, ഡേറ്റാ സെന്റർ എന്നുള്ള റൈസിംഗ് ഡിമാൻഡ്, അതുപോലെ അവർ 2030 ഫൈനാൻഷ്യലിലെ ക്യാപെക്സ് പ്ലാൻ എല്ലാം പോസിറ്റീവ്സ് ആണ്. എന്നാൽ എക്സ്പോർട്ട് ഡിസ്റപ്ഷൻസ്, അതുപോലെ റോ മെറ്റീരിയൽ പ്രൈസ് വോളറ്റിലിറ്റി എല്ലാം നമ്മൾ മുന്നോട്ടേക്ക് മോണിറ്റർ ചെയ്യേണ്ട മെയിൻ ഫാക്ടേഴ്സ് തന്നെയാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് കമ്പനി ഒരു കംപ്ലീറ്റ് മൊബിലിറ്റി ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. മൈലേജ് ബൈക്സ് മുതൽ പ്രീമിയം മോട്ടോർ സൈക്കിൾസ്, 3 വീലേഴ്സ്, EVs, ഫൈനാൻസിംഗ് സർവീസ് വരെ എല്ലാം ഒരു കൊടക്കയിൽ ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതാണ് ബജാജ് ഓട്ടോ. നമുക്ക് ആദ്യം ബിസിനസ് മോഡൽ മനസ്സിലാക്കാം. ഒരു മൊബിലിറ്റി കമ്പനി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഡെയിലി യാത്രക്കാർക്കായിട്ട് പ്ലാറ്റിന പോലെ ഫ്യൂൽ എഫിഷ്യന്റ് ബൈക്സ്, റൈഡേഴ്സിനായിട്ട് പൾസറും KTM പോലുള്ള പ്രീമിയം സ്പോർട്സ് മോട്ടോർ സൈക്കിൾസ്, ബിസിനസ് യൂസേഴ്സിന് വേണ്ടി കാർഗോയും പാസഞ്ചർ 3 വീലേഴ്സും, നെക്സ്റ്റ് ജനറേഷൻ കസ്റ്റമേഴ്സിന് വേണ്ടി EVസും, ഇതെല്ലാം ലഭിക്കുന്ന ഒരു മൊബിലിറ്റി കമ്പനിയാണ്. ഇനി ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനങ്ങൾ വാങ്ങാൻ കസ്റ്റമേഴ്സിനെ സഹായിക്കാൻ കമ്പനി സ്വന്തമായിട്ട് ഫൈനാൻസിംഗ് സർവീസ് ഇവിടെ നൽകുന്നുണ്ട്. അപ്പൊ ഇതാണ് ബജാജ് ഓട്ടോന്റെ വെർട്ടിക്കൽ ഇന്റഗ്രേറ്റഡ് മൊബിലിറ്റി ഇക്കോസിസ്റ്റം. ഇന്ത്യയുടെ 3 വീലർ മാർക്കറ്റിൽ ഏകദേശം 73.8% എസ്റ്റിമേറ്റഡ് മാർക്കറ്റ് ഷെയറോടെ കമ്പനി ഒരു ഡോമിനന്റ് പൊസിഷൻ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവര് 36% എക്സ്പോർട്ട് മാർക്കറ്റ് ഷെയറോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 വീലർ അതുപോലെ തന്നെ 3 വീലർ എക്സ്പോർട്ടേഴ്സ് ആണ്. അപ്പൊ കമ്പനിയുടെ പ്രോഡക്ട്സ് 100ലധികം രാജ്യങ്ങളിലേക്ക് വിൽക്കുന്നുണ്ട്. കമ്പനിയുടെ ടോട്ടൽ സെയിൽസ് വോളിയത്തിൽ ഏകദേശം 40% കോൺട്രിബ്യൂഷൻ എക്സ്പോർട്സ് ആണ് വരുന്നത്. PV ബിസിനസ്സും പെട്ടെന്ന് സ്കെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചേതക് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് അതുപോലെ ഇലക്ട്രിക് 3 വീലേഴ്സും ഇപ്പൊ കമ്പനിയുടെ ഡൊമസ്റ്റിക് റവന്യൂലേക്ക് 20%ലധികം ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനിയുടെ NBFC സബ്സിഡറി ബജാജ് ഓട്ടോ ക്രെഡിറ്റ് ലിമിറ്റഡ് പെട്ടെന്ന് സ്കെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിൽ അവരുടെ അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് അല്ലെങ്കിൽ AUM ഇരട്ടിയായിട്ട് ഇവിടെ വളർന്നു. ഏകദേശം 19,000 കോടിയിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് ഇവിടെ ഇരട്ടിയായിട്ടുണ്ട്. അതേസമയത്ത് നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 1.7 ഇരട്ടി ഇവിടെ വളർന്നിട്ടുണ്ട്. എന്നാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ചേഞ്ച് ബാലൻസ് ഷീറ്റിൽ നമുക്ക് കാണാം. അപ്പോൾ കമ്പനിയുടെ ബോറോയിങ്സ് 2025 ഫൈനാൻഷ്യലിൽ 9,364 കോടിയിൽ നിന്ന് വളരെയധികം കൂടി 2026 ഫൈനാൻഷ്യലിൽ ഏകദേശം 22,700 കോടിയിലേക്ക് എത്തി. അപ്പൊ ഇവിടെ ഇത്രയധികം കൂടിയതിന്റെ മെയിൻ കാരണം മെയിൻ സ്റ്റാൻഡ് അലോൺ ബിസിനസ് അല്ല. നവംബർ 2025 കംപ്ലീറ്റ് ചെയ്ത പീറർ മൊബിലിറ്റി ഗ്രൂപ്പിന്റെ കൺസോൾട്ടേഷനും ഇതിന്റെ മെയിൻ കാരണമാണ്.
അപ്പൊ ഈ ഒരു ഗ്രൂപ്പിൽ KTM-ഉം ട്രയംഫും പോലത്തെ ബ്രാൻഡ്സ് വരുന്നുണ്ട്. കമ്പനിയുടെ ഒഫീഷ്യൽ നോട്ട് പ്രകാരം അക്വിസിഷൻസ് ബാലൻസ് ഷീറ്റിലേക്ക് ഏകദേശം 9,338 കോടി ബോറോയിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോറോയിങ്സ് ഇത്രയധികം കൂടിയിട്ടുണ്ടെങ്കിലും കമ്പനി ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഇപ്പോഴും 0.58 ആണ്. അപ്പൊ ഇത് ഒന്നിൽ കുറവായതുകൊണ്ട് തന്നെ കമ്പനിയുടെ ലിവറേജ് ഇപ്പോഴും കംഫർട്ടബിൾ ലെവലിൽ തന്നെയാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 13x ആണ്. അതായത് ഇവിടെ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആനുവൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസിനേക്കാളും 13 മടങ്ങ് ഇവിടെ കൂടുതലാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ലോണിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിൽ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത ഇവിടെ വളരെ കുറവാണ്. എന്നാൽ ഹയർ ബോറോയിങ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ 2025 ഫൈനാൻഷ്യലില് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 389 കോടിയിൽ നിന്ന് 2026 ഫൈനാൻഷ്യല് 1169 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. അതായത് ഏകദേശം 200% ഇവിടെ കൂടി. സോ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു മെയിൻ ഫാക്ടർ ആയിട്ട് തന്നെ ഇവിടെ നിൽക്കുകയാണിത്. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. ഇപ്പൊ നിയർ ടേമില് മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രി ഏകദേശം 7 മുതൽ 9% വളരും എന്നാണ് ഇവിടെ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ബജാജ് ഓട്ടോയുടെ ലക്ഷ്യം ഇൻഡസ്ട്രി ഗ്രോത്തിനേക്കാളും ഏകദേശം 2 മടങ്ങ് വേഗത്തിൽ വളരാനാണ്. ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റിസ്ക്കും ക്ലിയർ ആണ്. ഇപ്പൊ നിലവിൽ KTM AGയുടെ പാരന്റ് കമ്പനിയായ പിറർ മൊബിലിറ്റി ലിക്വിഡിറ്റി ഇഷ്യൂ കാരണം റീസ്ട്രക്ചറിംഗ് പ്രോസസ്സിലൂടെ പോവാണ്. അപ്പൊ ഈ ഒരു ടേൺ അറൌണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ബജാജ് ഓട്ടോ ഏകദേശം 800 മില്യൺ യൂറോ അല്ലെങ്കിൽ 8,800 കോടി കമ്മിറ്റ് ചെയ്ത് കൺട്രോളിംഗ് സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. കൂടാതെ അലുമിനിയം, കോപ്പർ അതുപോലെ മറ്റ് നോബൽ മെറ്റൽസിന്റെ വില വർധന കാരണം ബിസിനസ് ഏകദേശം 3.5 മുതൽ 4% കോസ്റ്റ് ഇമ്പാക്ട് ഉണ്ടാകുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ടെൻഷൻസ് എക്സ്പോർട്ട് ലോജിസ്റ്റിക്സിനെ ബാധിക്കുന്നുണ്ട്. കമ്പനിക്ക് അതൊരു അഡീഷണൽ റിസ്ക് ആണ്. സോ ഇവിടുത്തെ പോയിന്റ് ഇതാണ്, ബജാജ് ഓട്ടോന്റെ 3 വീലർ സെഗ്മെന്റിലുള്ള ലീഡർഷിപ്പ്, വേഗത്തിൽ നടക്കുന്ന EV സ്കെയിലപ്പ്, പ്രീമിയം ബ്രാൻഡ്സിന് സ്ട്രോങ് പോർട്ട്ഫോളിയോ എല്ലാം കമ്പനിയുടെ മെയിൻ പോസിറ്റീവ്സ് തന്നെയാണ്. എന്നാൽ KTM ടേൺ അറൌണ്ട്, ഇൻട്രസ്റ്റ് കോസ്റ്റ് കൂടുന്നത്, കമ്മോഡിറ്റി പ്രൈസ് ഇൻഫ്ലേഷൻ, എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്റപ്ഷൻ എല്ലാം മുന്നോട്ടേക്ക് പോകുമ്പോൾ കമ്പനിയുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന മെയിൻ ഫാക്ടേഴ്സ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ക്ലോസ് ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രോങ് ഗ്രോത്ത് നൽകുന്ന 5 ലാർജ് ക്യാപ് കമ്പനികൾ. എന്നാൽ ഓരോ ഗ്രോത്ത് സ്റ്റോറിക്കും അതിൻ്റെതായ റിസ്ക് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളിവിടെ മറക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പോസിറ്റീവ്സിന്റെ ഒപ്പം തന്നെ റിസ്ക് നമ്മളോട് മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോ കമ്പനീസും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഏത് കമ്പനി ആയിരിക്കും ഗ്രോത്ത് പൊട്ടൻഷ്യൽ റിസ്കിന്റെ ഒരു ബെസ്റ്റ് ബാലൻസ് ഓഫർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിന് കവർ ചെയ്താണ്. ഇതൊരിക്കലും ഒരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്നുള്ള കാര്യം നമ്മളിവിടെ എടുത്തു പറയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്കൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.